എന്റെ മമ്മട്ടി പണിസ്ഥലത്ത് വെച്ചായിരുന്നു. അവിടെ ഉണ്ടെങ്കിൽ ഭാഗ്യം. ഈ പുല്ല് വെട്ടണം. ഇതൊക്കെ വെട്ടിക്കളയണം. പുല്ല് കൊടുത്ത് വൈകിട്ട് ചായ കുടിക്കാം. എല്ലാരും ഫോട്ടോ എടുക്കാം. ആ പായം കണ്ട് മാറ്റിയിടും. ദേ കിടക്കണം. ഫോട്ടോ എടുക്കാം. ഇത് ഫോട്ടോ ഫേസ്ബുക്കിൽ ഇടാനല്ല, ഇത് പഞ്ചായത്തിൽ കൊടുക്കാനാ. ബാ പ്രാർത്ഥന ചൊല്ലാം. പണിയൊന്നും ചെയ്യാത്ത ചിന്നമ്മേ ശാന്തേ 9 മണിയായപ്പോൾ പണിസൈറ്റിയിലെത്തി. മസ്റ്റേഡ് പേപ്പറിൽ ഒപ്പിട്ടു രണ്ടും 11 തൂമ്പയെടുത്ത്. തെങ്ങിന്റെ തടമെല്ലാം കുളം പോലെയായി. അഭിമാനത്തോടെ മേൽപോട്ടു നോക്കിയ ശാന്തമ്മ ചേച്ചി അയ്യോ വിളിച്ചൊന്നിലത്തങ്ങു വീണ്. ഇത് കണ്ട് ചിന്നമ്മ മേൽപോട്ടു നോക്കി. തലപോയ തെങ്ങിന്റെ തടമാണെടുത്ത്. ഇത് കണ്ട് കൂടുതൽ ചിരിയും തുടങ്ങി. ഇത് കേട്ട് ജാതിത്തൈ മേടിക്കാൻ പോയിട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ അവിടെ ചെന്നപ്പോ ജാതി ചോദിക്കണമെന്ന് എഴുതി വെച്ചിരിക്കണം. അപ്പൊ ഞാൻ ഇങ്ങോട്ട് പോന്നു. എനിക്കെന്ത് കാര്യം? വിലാസിന്റെ ഭർത്താവിന്റെ പല്ല് പറിച്ച്. അതിനെന്താ? അതിന്റെ സ്വിച്ച് എടുക്കാൻ പോയി. സ്വിച്ച് അല്ല, സ്വിച്ച്. തന്നെയാണ് പറയണത്. പല്ലിന്റെ കയ്യില് എല്ലാവരും വാ ഇങ്ങോട്ട്. അവിടെ തന്നെ എല്ലാവരും നിന്നിട്ട് എത്തണ്ടേ കുറച്ചെങ്കിലും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോ പറയണം കേട്ടാ. കിടക്കാനാണ്. മേറ്റ് പറയണേ, മേറ്റിന്റെ 3 മാസം പ്രായമുള്ള പേരക്കിടാവേ അച്ചിങ്ങാത്തോരില്ലാതെ കഞ്ഞി കുടിക്കലെന്ന്. അയ്യോ കഷ്ടപ്പാടിൻ കൂത്ത് കണ്ണീലോ കണ്ണീരിൻ പെരുമാറി. അയ്യോ കഷ്ടപ്പാടിൻ കൂത്ത് കണ്ണീലോ കണ്ണീരിൻ പെരുമാറി. ആ മേറ്റിലെവിടെ? മസ്റ്റർ എടുത്തുണ്ടോ? മേറ്റ് ഓഫീസിലേക്ക് വന്നേ കേട്ടാ. അവരോടൊപ്പം ക്യാൻസൽ ചെയ്തേക്കെ. എപ്പോഴും ഇല്ല, വല്ലപ്പോഴും ഉള്ളു കേട്ടാ. ഞങ്ങളെപ്പോഴും ചെയ്യാറ്. നിങ്ങൾക്ക് പണി വേണോ? ഞാൻ പറയണ പോലെ ചെയ്യും. ഇനി 2 പേരും ചട്ടി തലയിൽ വെക്ക്. ഇനി മേലെ പഠിച്ചേറ്റി മീൻ വെട്ടരുത്. മേലെ പണിസ്ഥലത്ത് ഞങ്ങൾ മീൻ വെട്ടുകയല്ല. വീട്ടില് ഞങ്ങൾ